തെരഞ്ഞെടുപ്പ് ദിവസം ഇ.പി. ജയരാജന്റേതായി പുറത്തുവരുന്ന പുസ്തക ഭാഗങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. സെയ്ഫ് സൈനുലാബ്ദീൻ തിരുവനന്തപുരത്തിനോടൊപ്പം ചേർന്നത്. സെയ്ഫ്, ഇത് ഇ.പി. ജയരാജൻ എഴുതിയതാണെന്ന് വിചാരിക്കാനാണ് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ന്യായങ്ങളുള്ളത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തു വന്നാൽ വിവാദമായേക്കും, തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ എന്തായാലും പുറത്തു വരുമെന്ന പേരിൽ അദ്ദേഹം തുറന്നു പറയുന്ന കാര്യങ്ങൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, DC ബുക്സ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുറത്തുവിടാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മറുപടിയിലും വേണ്ടത്ര വ്യക്തതയുള്ള വിശദീകരണം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇ.പി. ജയരാജൻ തീരുമാനിച്ചു പറഞ്ഞതാണ്. ഇത് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ കൂടി പാർട്ടിക്ക് പാർട്ടിയുടെ സർക്കാർ മോശമാണ് എന്ന നിലപാടെടുക്കുക, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അബദ്ധമാണ് എന്ന നിലപാട് പറയുക, അത് CPM-ൽ അങ്ങനെ വെച്ച് പൊറുപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. അപ്പോൾ ഇ.പി. വിടുകയാണോ ചോദിച്ചാൽ അദ്ദേഹത്തിനെതിരെ നടപടി വന്നേക്കാം. ആ നടപടി പോലും വരുന്നെങ്കിൽ വരട്ടെ എന്ന് അദ്ദേഹം വിചാരിക്കുകയാണോ? അതോ നടപടി എടുക്കാൻ കഴിയുമെങ്കിൽ പാർട്ടി എടുക്കട്ടെ എനിക്കെതിരെ എന്ന് വിചാരിക്കാൻ കഴിയും വിധത്തിൽ പവർഫുള്ളാണോ ഇ.പി.? ഞാൻ പവർഫുൾ എന്ന് വെച്ചാൽ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൻ എന്ന നിലയ്ക്ക് പോലും ഇ.പി.യെ കൈകാര്യം ചെയ്യാൻ CPM-ന് പരിമിതി ഉണ്ടാകുമോ? കുറച്ച് പരിമിതി CPM നേതൃത്വത്തിന് നേരത്തെ ഉണ്ടായിരുന്നു. ഈ പുസ്തകം പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അങ്ങനെ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അതിന് വിവിധ തരത്തിലുള്ള കാരണങ്ങളുണ്ട് നിഷാദ്. ഒരു പാർട്ടി, ഒരു പ്രസ്ഥാനം അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട്, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഫണ്ട് റൈസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ.പി. ജയരാജൻ CPM-ന്റെ നേതൃനിരയിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പരിമിതികൾ പാർട്ടിക്ക് ഉണ്ടായിരുന്നിരിക്കാം. മാത്രമല്ല, പാർട്ടി അദ്ദേഹത്തെ വൈകാരികമായി കണ്ട ചില സമയങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന വെടിയുണ്ട കഥ, ആ വെടിയുണ്ടയുമായി ബന്ധപ്പെട്ട വിഷയം, കഥ എന്ന് പറയുന്നില്ല, വെടിയുണ്ടയുമായി ബന്ധപ്പെട്ട ആ വിഷയം, ആ വെടിയുണ്ടയുമായിട്ടാണ് താൻ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. എവിടം തൊട്ടാണ് തെറ്റിയതെന്ന് നമുക്കറിയാം. അത് M.V. ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി വന്ന സമയം മുതലാണ് അങ്ങനെ ഒരു തെറ്റലുണ്ടാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ, അതും 7 മണിക്ക് ആൾക്കാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ്, ആദ്യമായിട്ടല്ല ഇ.പി. ജയരാജൻ അത് ചെയ്യുന്നതെന്നുള്ളത്. V.S. അച്യുതാനന്ദൻ ഒരു തവണ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അത് K.K. രമയുടെ വീട്ടിൽ സന്ദർശിച്ചുകൊണ്ട് ഒരു തവണ പാർട്ടി ആകെ കൊണ്ട് കുടിയിൽ ചാടിക്കുന്ന V.S. അച്യുതാനന്ദൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട്. ആ V.S. അച്യുതാനന്ദൻ അന്ന് ആ തെരഞ്ഞെടുപ്പ് ദിവസം K.K. രമയുടെ വീട്ടിൽ പോയതിന് പിന്നിലുള്ള രാഷ്ട്രീയം നമുക്കറിയാം. അതിനപ്പുറം കേരള രാഷ്ട്രീയം വലിയ ഈ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പ്രതിസന്ധി അങ്ങനെ അനുഭവിച്ചിട്ടില്ല. അതിനുശേഷം ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ തവണയാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് പോളിംഗ് ദിവസം രാവിലെയാണ് പ്രകാശ് ജാവ്ദേക്കർ ഇ.പി. ജയരാജനെ കണ്ടു എന്ന് പറയുന്ന ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്ത് വന്നിട്ടുള്ളത്. അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾ നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം സൗഹൃദങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളാണ്. പക്ഷേ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ചയുണ്ട്. പാപിയും ശിവനും എന്ന് പറയുന്ന വാചകമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു. ഇ.പി. ജയരാജന് വേണമെങ്കിൽ ഈ പുസ്തകം ഇന്നലെ പ്രകാശനം ചെയ്യാമായിരുന്നു, മെനഞ്ഞാന്ന് പ്രകാശനം ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നാളെ രാവിലെ പ്രകാശനം ചെയ്യാമായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 21-ാം തീയതി രാവിലെ പ്രകാശനം ചെയ്യാമായിരുന്നു. പ്രകാശനം മീൻസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്ത് വിടാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇന്ന് രാവിലെ എന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു താനല്ല ഇത് ചെയ്തത്, താൻ എഴുതിയതല്ല, താൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്, അയാൾ കഥ എഴുതുകയാണെന്ന് പറയുന്ന പോലെ അദ്ദേഹം എഴുതിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ DC ബുക്സിനെ വിശ്വസിക്കണമോ ഇ.പി. ജയരാജനെ വിശ്വസിക്കണമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ത്രാസിൻ്റെ മൂല്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് DC ബുക്സിൻ്റെ തട്ട് കുറച്ച് ചിലപ്പോൾ താന്നു കിടക്കാനുള്ള സാധ്യത തള്ളിക്കളയുകയും വേണ്ട. ഈ DC ബുക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇ.പി. ജയരാജൻ എഴുതാത്തൊരു വാചകം അത് പൂർണ്ണതോതിൽ പുറത്തുവിടും, അല്ലെങ്കിൽ DC അത് പൂർണ്ണമായി നിഷേധിക്കണം. പക്ഷേ DCയുടെ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തും DC ബുക്സിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ കവർ പേജും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇ.പി. അനുകൂലിക്കുന്ന ചില കാര്യങ്ങൾ, ചില ആൾക്കാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകേണ്ടത് DC ബുക്സോ അല്ലെങ്കിൽ ഇ.പി. ജയരാജനോ ഒക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നമുക്ക് വായിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിയത്, ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ PDF-ന്റെ കോപ്പി 163 പേജാണെന്ന് തോന്നുന്നു. ഞാൻ ഈ സമീപകാലത്തൊന്നും ഒരു ആത്മകഥ ഇത്രയും പെട്ടെന്ന് പൂർണ്ണതോതിൽ വായിക്കാൻ പറ്റില്ല, വായിക്കുന്നതിൻ്റെ സമയമുണ്ടല്ലോ. പക്ഷേ പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ 163 പേജാണ് ഉള്ളത്. അങ്ങനെ പൂർണ്ണതോതിലുള്ള ഒരു PDF, ആ ബുക്കിൻ്റെ ഒരു PDF അങ്ങനെ
DC ബുക്സ് പുറത്ത് വിട്ടാൽ അവർക്ക് ഈ പുസ്തകം കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ള ചോദ്യം, അത് പ്രസക്തമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് ഒന്നുകിൽ DC ബുക്സ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം, അല്ലെങ്കിൽ EP ജയരാജൻ അത് പറയേണ്ടതാണ്. അങ്ങനെ PDF പുറത്ത് വന്നാൽ പുസ്തകം ആൾക്കാർ മേടിക്കുമോ? ഇപ്പോൾ മൊബൈലിൻ്റെ കാലമാണ്, എല്ലാം മൊബൈലിൽ വരുന്ന സമയത്ത് ആൾക്കാർ കാശ് കൊടുത്ത് പുസ്തകം മേടിക്കുമോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് EP-യുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചില ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള ഉത്തരം നൽകേണ്ടത് അവർ തന്നെയാണ് എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന, പ്രതിപക്ഷത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് അടിച്ചോ ഇടതുമുന്നണിയെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു വടി, ചെറിയ വടിയല്ല, വലിയൊരു വടി EP ജയരാജൻ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ നമോ നാരായണ എന്ന് പറയുന്ന രീതിയിൽ EP ജയരാജൻ അതിന് കൈയഴുകയും. EP ജയരാജൻ CPM-നെ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഒരിക്കൽ കൂടി ആഞ്ഞടിക്കുകയാണ്. CPM അതിനോട് എങ്ങനെ പ്രതികരിക്കും? ഈ ദിവസത്തെ CPM-നെ മറികടക്കും? പല ചോദ്യങ്ങളുണ്ട്.